ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളിതാ 5 മിനിറ്റിൽ 5 മാർക്ക് ഉറപ്പിക്കാൻ പോവുകയാണ്. സോ 5 മാർക്സ് ഇൻ 5 മിനിറ്റ്സ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? തുടക്കം മുതൽ അവസാനം വരെ 5 മിനിറ്റ് സമയം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സെഷൻ തന്നെ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The dash of birds are modified to hold muscles of flight. നമുക്കറിയാം പക്ഷികൾ പറക്കുന്നവരാണ്. അപ്പോൾ പറക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പറക്കലിന് മസിൽസ് സഹായിക്കണം. ആ മസിൽസിനെ ഹോൾഡ് ചെയ്യുന്ന സംഭവം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. The dash of birds are modified to hold muscles of flight which are used to move the wings up and down. അല്ലെ, പക്ഷികൾ ചിറക് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷി അതിൻ്റെ ചിറക് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യിക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുന്നത്? പക്ഷിക്ക് ഫ്ലൈറ്റ് അല്ലെങ്കിൽ പറക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പക്ഷി ഇങ്ങനെ ചിറകുകളെ മുകളിലേക്കും താഴേക്കും ആക്കുന്നതിന് വേണ്ടി അതിന് മസിൽസ് സഹായിക്കണം. ആ മസിൽസിനെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മസിൽസ് ഹോൾഡ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഡാഷിൽ നമുക്ക് ബാക്ക് ബോൺ വരുമോ? ഇല്ല, ബാക്ക് ബോൺ അല്ല, ഷോൾഡർ ബോൺ അല്ല, ടെയിൽ ബോൺ അല്ല. കറക്റ്റ് ആൻസർ ബ്രസ്റ്റ് ബോൺ അഥവാ സ്റ്റേണം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. ബ്രസ്റ്റ് ബോൺ ആണ് കേട്ടോ. പക്ഷിയുടെ താഴെ ഭാഗത്ത് കാണപ്പെടുന്ന വെൻട്രൽ സൈഡിൽ കാണപ്പെടുന്ന ഈ കാണുന്നതാണ് അതിൻ്റെ സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ. ആ സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ ആണ് ആക്ച്വലി എന്തിന് സഹായിക്കുന്നത്? ഈ മസിൽസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇത് റെഡിയല്ലേ? എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നും അതിൻ്റെ ആൻസർ എന്താണെന്നും പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ആം ബോൺ ഓഫ് ഹ്യൂമൻ സ്കെലിട്ടൺ? നമുക്കറിയാം ഹ്യൂമൻ സ്കെലിട്ടൺ, നമ്മുടെ മനുഷ്യൻ്റെ അസ്ഥികുടം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൊത്തം അഡൾട്ട് ആവുമ്പോൾ 206 ബോൺസ് ഉണ്ട്. 206 എല്ലുകളാണ് കാണാം. അതിൽ തന്നെ നമ്മളിപ്പോൾ അപ്പർ ആമിൻ്റെ കേസ് ആമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ആം ബോൺ അല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൈകളുടെ എല്ലല്ലാത്തത്. അപ്പോൾ കൈകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണുണ്ട്. പിന്നെ റേഡിയസ് അൾണ ഉണ്ട്, റേഡിയസും അൾണയും. പിന്നെ കാർപ്പൽ, മെറ്റാകാർപ്പൽ, പിന്നെ ഫലഞ്ചസ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കൈകളിലെ എല്ലുകളുള്ളത്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ. ഹ്യൂമറസ് തീർച്ചയായിട്ടും കൈകളിൽ വരുന്ന എല്ല് തന്നെയാണ്. അൾണയും റേഡിയസും അതെ, പക്ഷേ ഫീമർ എന്ന് പറയുന്നത് കാലിൽ വരുന്നതാണ്. തൈബോൺ ആണ് ഫീമർ. സോ അതാണ് ഇവിടുത്തെ ഈ ആംബോണിൽ പെടാത്തത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് സി, ഫീമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? കറക്റ്റ് ആയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വൺ എൻഡ് ഓഫ് ദ ബോൺ ഹാസ് എ റൗണ്ട് എൻഡ്, റൗണ്ട് ഷേപ്ഡ് ലൈക്ക് എ ബോൾ. കറക്റ്റ് ആണ്. വിച്ച് ഫിറ്റ് ഇൻ ടു ദ സോക്കറ്റ്? കറക്റ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അലോ മച്ച് മോർ മൂവ്മെന്റ് ഓഫ് ബോൺ ദാൻ ഹിഞ്ച് ജോയിന്റ്. കറക്റ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ്മെന്റ് ഉണ്ട്. സോ ഹിഞ്ച് ജോയിന്റിനേക്കാളും എന്തുകൊണ്ടും മൂവ്മെന്റ് കൂടുതൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിനാണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അറ്റ് ദ ഷോൾഡർ ദ ബോൾ ഓഫ് വൺ എൻഡ് ഓഫ് ദ അപ്പർ ആം, അത് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ബോൾ എന്ത് ചെയ്യാണ്? ഫിറ്റ് ചെയ്യാണ് അല്ലേ? ഫിറ്റ് ഇൻ ടു ദി സോക്കറ്റ് ഓഫ് ഷോൾഡർ ബ്ലേഡ് ബോൺ അല്ലേ? അപ്പോൾ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിൽ അപ്പോൾ അത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് ഫോമിംഗ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ്. എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡെലിഗേറ്റ് ഇന്റേണൽ ഓർഗൻ വിച്ച് ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ റിബ് കേജ്. നമ്മുടെ റിബ് കേജ്, നെഞ്ചും കൂട് എന്നൊക്കെ പറയുന്ന ഭാഗം. റിബ് കേജിൻ്റെ ഉള്ളിൽ ലങ്സ് പ്രൊട്ടക്റ്റഡ് ആണ്, ഹാർട്ട് പ്രൊട്ടക്റ്റഡ് ആണ്, ഈവൻ ലിവർ ഈസ് ഓൾസോ പ്രൊട്ടക്റ്റഡ്. See, you can see this is our liver. Liver is also protected, but brain will not be protected. Brain is protected inside hard skull. You know that brain is protected inside hard skull, not by the rib cage. So B, brain is the answer. Okay, ready? So last question: the endoskeleton in fishes is covered with. Endoskeleton മീനിന്റെ ഉള്ളിലത്തെ സ്കെലിട്ടൺ ആണ്, മുള്ളാണ്. സോ അതിന്റെ പുറത്ത് മസിൽസ് ആണ് കാണുക കേട്ടോ. മസിൽസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തെടുക്കുമല്ലോ. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് സാർ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.